ഒരു വ്യത്യാസം ദൈവം അയക്കാൻ പോകട്ടോ എല്ലാ മേഖലകളിലും. എങ്ങനെയൊക്കെയാണെന്നറിയാമോ? മലാക്കി 3:18 അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജായിട്ട് നിങ്ങളുടെ ലൈഫിനകത്ത് ചലനം സൃഷ്ടിക്കാൻ പോവാം. ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണം കേട്ടോ. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അത് ദൈവം ചെയ്യുന്ന വ്യത്യാസമാണ്, ദൈവം അയക്കുന്ന വ്യത്യാസമാണ്. 2-3 വചനഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ശദ്രക് മേശക് അബേദ്നെഗോവിനെ നമുക്കറിയാം. ദൈവനാമ നിമിത്തം പ്രതികൂലം 7 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. പക്ഷെ അവർ ദൈവനാമത്തെ ത്യജിക്കാൻ തയ്യാറായോ? ഇല്ല. പ്രാർത്ഥന നിർത്താൻ തയ്യാറായോ? ഇല്ല. അവരെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ തയ്യാറായോ? ഇല്ല. തന്നിമിത്തം എന്ത് സംഭവിച്ചു? ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം. തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചു. ശദ്രക് മേശക് അബേദ്നെഗോ കൊണ്ടുപോയ ആ ബലവാന്മാരായിട്ടുള്ള സൈന്യത്തിലെ ശക്തന്മാരായിട്ടുള്ള ആളുകൾ ആ തീയുടെ ചൂട് അവരറിഞ്ഞു. അവരെന്ത് ചെയ്തു? മരണപ്പെടാനിടയായിത്തീർന്നു. എന്നാൽ ശദ്രക് മേശക് അബേദ്നെഗോവിനെ ആ ചൂടൊന്നും ചെയ്തില്ല, ആ തീ ഒന്നും ചെയ്തില്ല. എന്താ കാരണം? ആ തീയെ വെല്ലുന്നൊരു തീ അവരുടെ മേൽ കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ തീ. അതേ ദൈവപൈതലേ, നിന്റെ മേൽ കത്തുന്ന ഒരു അഗ്നിയുണ്ട്. ഈ ഭൂമിയിൽ ഒന്നിനും കാണാൻ പറ്റത്തില്ല. പക്ഷേ അത് നിന്റെ മുമ്പിൽ വരുന്ന ചില തീയുടെ ബലത്തെ കെടുത്തുവാൻ കാരണമായി തീരും കേട്ടോ. ചില തീയുടെ ബലം കെടാൻ പോവാം. ചില തീയുടെ ബലം കെടാൻ പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇന്ന് വരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ലൈഫിൽ കാണും, ഈ ദിവസങ്ങളിൽ കാണും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും ദുഷ്ടനും നീതിമാനും. ആമേൻ. ആ ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ പറയുന്നൊരു പദമുണ്ട്, ശദ്രക് മേശക് അബേദ്നെഗോവിൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാരണമായി തീരാൻ, ചിലർ വിശ്വസിക്കാൻ കാരണമായി തീരാൻ ആമേൻ, ആ പ്രതിഭാസം, ആ സാക്ഷ്യം കാരണമായി തീരും. ജീസസ്. 2ാമത്തെ ഭാഗം അതേ ദാനിയേൽ പ്രവചനത്തിനകത്ത് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അടിയൊഴുക്കുകളിലൂടെ, വക്രതയിലൂടെ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, ദൈവത്തിനു വേണ്ടി നിന്നതിൻ്റെ പേരിൽ. ഹല്ലേലൂയ. വിശ്വസ്തനായ, ഹൃദയശുദ്ധിയുള്ള, ആമേൻ, പ്രാർത്ഥനാ ജീവിതമുള്ള, ആരാധിക്കുന്ന, വചനം ധ്യാനിക്കുന്ന ദാനിയേൽ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ആമേൻ ചിലർ ശ്രമിക്കുകയാണ്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണുന്നത് എങ്ങനെ അറിയാമോ? സിംഹത്തിൻ്റെ ആ കൂട്ടിലേക്ക് വിടാതെയല്ല, ആ സിംഹത്തിൻ്റെ വായ അടച്ചാണ് ദൈവം അവിടെ തെളിയിക്കുന്നത്. ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രയെന്ന് സാദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്. അന്ന് രാത്രി മുഴുവനും അവർ സന്തോഷിച്ചാണ് ഇല്ലേ? നമ്മുടെ പ്രതിയോഗിയെ, നമ്മുടെ എതിരാളിയെ എന്തു ചെയ്തു? നശിപ്പിച്ചു. പക്ഷേ ഈ സമയം സിംഹത്തിൻ്റെ കൂടെ കിടന്നുറങ്ങും ആര്? ദാനിയേൽ. സിംഹത്തിൻ്റെ വായെ സ്വർഗം അടച്ച് പിറ്റേന്ന് രാവിലെ രാജാവ് ദുഃഖ ശബ്ദത്തിൽ വന്ന്, ഈ രാജാവാ കഠിന പ്രയത്നം ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും വിടുവിക്കാം. പക്ഷെ നടന്നില്ല. കാരണം ആ സിംഹക്കൂട്ടിൽ പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ആമേൻ. പ്രിയ ദൈവത്തിലെ ചില ദൈവഹിതം രാജാവ് വിചാരിച്ചപ്പോഴും നടക്കത്തില്ല കേട്ടോ. മാറ്റാൻ, ദൈവഹിതത്തെ മാറ്റാൻ രാജാക്കന്മാർ വിചാരിച്ചപ്പോഴും നടക്കത്തില്ല. പക്ഷേ അതിനകത്തൂടെ കടത്തിവിട്ട് ദൈവത്തെ സേവിക്കുന്നവരാരാ, സേവിക്കാത്ത ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആ ഭാഗം അവസാനിക്കുന്ന നമുക്കറിയാം. സിംഹത്തിൻ്റെ കൂട്ടിൽ നിന്ന് ദാനിയേൽ പുറത്തു വന്നു. സിംഹത്തെ കൂട്ടിലേക്ക് വക്രതയിലൂടെ, വളഞ്ഞ വഴിയിലൂടെ കുബുദ്ധി ആരോപിച്ച ആൾക്കാർ വീഴാനിടയായി തീർന്നു. ഒരു ദൈവപ്രവൃത്തി. ദുഷ്ടനും നീതിമാനും, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും. യെസ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വരുമ്പോൾ പത്രോസ് എന്ന് പറയുന്നൊരു ദൈവ മനുഷ്യനെ അകത്തെ തടവറയ്ക്കകത്തിട്ട് പൂട്ടി അവനെ തകർക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചൊരു ദൈവജനത്തിൻ്റെ പ്രാർത്ഥന, ഒരു കൂട്ടം ദൈവമക്കളുടെ പ്രാർത്ഥന അവനെ പുറത്തു കൊണ്ടുവരികയും 12-ാം അധ്യായം അവസാനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഹേരോദാവിനെ അടിക്കുകയും ആമേൻ അവൻ കൃമിക്കിരയായി പ്രാണനെ വിടുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും. അതേ ദൈവപൈതലേ, നിന്നെ ദൂതൻ വിടുവിക്കുമ്പോൾ മറ്റ് ചിലരെ ആമേൻ പ്രഹരിക്കുകയാണ്, അടിക്കുകയാണ്. ദൈവത്തെ സേവിക്കാത്തവരും ദൈവത്തെ സേവിക്കുന്നവരും ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസത്തെ വെളിപ്പെടുത്താൻ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ
പിന്നെയും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധി നമ്മളെ പിന്നെയും ഒന്ന് സമർപ്പിക്കാം. ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ, ഒരു സംശയമില്ല. പ്രാർത്ഥിക്കും. സ്വർഗ്ഗപിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ ദൈവസന്ദേശം ഞങ്ങൾ ഹൃദയത്തിൽ കോറിയിട്ട് ഈ ദിവസം മുഴുവനും ആത്മസാന്നിധ്യത്തോടുകൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ജീവിതം ഏറ്റവും ബ്ലെസ്സഡായിട്ട് തീരട്ടെ, ഏറ്റവും ബ്ലെസ്സഡായിട്ട് തീരട്ടെ. ഞങ്ങളോട് അങ്ങാണ് സംസാരിച്ചത്, അങ്ങയുടെ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. സമർപ്പിക്കുന്നു, ഏറ്റെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും, ദുഷ്ടനും നീതിമാനും വ്യത്യാസം വീണ്ടും വീണ്ടും കാണും. മേ ഗോഡ് ബ്ലസ് യു എന്ന് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.